പാലക്കാട് കൊപ്പം പഞ്ചായത്ത് ഭരണം യു.ഡി.എഫിന് നഷ്ടമായി. പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ അസീസിനെതിരെ CPM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. കോൺഗ്രസ് അംഗം ഷഫീഖ് പിന്തുണച്ചതോടെയാണ് 7-നെതിരെ 9 വോട്ടുകൾക്ക് അവിശ്വാസ പ്രമേയം പാസായത്. നന്ദഗോപാൽ പാലക്കാട് നിന്ന് ചേരുന്നു. നന്ദഗോപാൽ, എങ്ങനെയാണ് യു.ഡി.എഫിന് ഭരണം നഷ്ടപ്പെട്ടത്? രേഷ്മ, കൊപ്പം പഞ്ചായത്തിൽ UDF-നിടയിലെ ഭിന്നത കൂടിയാണ് ഈ അവിശ്വാസ പ്രമേയത്തിൽ പുറത്തു വന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ 17 വാർഡുകളിൽ 8 സീറ്റുകൾ UDF-നും 8 സീറ്റ് LDF-നുമുണ്ട്. ഒരു സീറ്റ് BJP-ക്കുമാണ് ഉള്ളത്. അങ്ങനെ ഇവിടെ നറുക്കെടുപ്പിലൂടെയാണ് CPM-ന്റെ ഉണ്ണികൃഷ്ണൻ ആദ്യം പ്രസിഡന്റ് ആയിട്ടുള്ളത്. പിന്നീട് ഇദ്ദേഹത്തിനെതിരെ UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും അന്ന് നറുക്കെടുപ്പിലൂടെ UDF-ന് വേണ്ടി ലീഗിന്റെ അബ്ദുൾ അസീസ് പ്രസിഡന്റ് ആവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ BJP-യുടെ കൂട്ടുകെട്ട് ആരോപിച്ചുകൊണ്ടാണ് LDF UDF പ്രസിഡന്റിന്റെ പേരിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. ഈ ഒരു സംഭവത്തിൽ കോൺഗ്രസിനുള്ളിൽ ഒരു വിഭാഗീയത കൂടെ പുറത്തു വരികയായിരുന്നു. അതായത് കോൺഗ്രസ് അംഗം ഷഫീഖ് LDF-ന് അനുകൂലമായി വോട്ട് ചെയ്യുകയായിരുന്നു. അങ്ങനെ 8 വോട്ടുകൾ LDF-ന്റെയും 1 വോട്ട് UDF-ന്റെയും, അങ്ങനെ LDF-ന്റെ അവിശ്വാസ പ്രമേയം വിജയിക്കുകയായിരുന്നു. 7 വോട്ട് മാത്രമായിരുന്നു UDF-ന് ലഭിച്ചത്. ഇതോടെ UDF-ന് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായി. അതേസമയം BJP ഈ ഒരു അവിശ്വാസ പ്രമേയ വോട്ടുകളിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. ഏതായാലും 2 തവണയാണ് ഈ ഭരണകാലയളവിൽ ഈ പഞ്ചായത്തിൽ ഈ അവിശ്വാസ പ്രമേയം നടക്കുന്നത്. ശരി, നന്ദഗോപാൽ.